ഹലോ നമസ്കാരം. ഇനി 8 ദിവസം നമ്മൾ നാട്ടിൽ ചെല്ലും. അതിന് മുമ്പ് ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ലിഡിലാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ബ്രെഡ് മേടിക്കാൻ പോവാം. വീട്ടിൽ പോയിട്ട് വേണം ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കാൻ. അപ്പോൾ രാവിലെ പോയി ലിഡിലിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചു. ഇനി ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 8 ദിവസമുള്ള ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ നമുക്ക് പെട്ടി പാക്ക് ചെയ്യണം. പെട്ടി പാക്ക് ചെയ്യണമെങ്കിൽ സാധനങ്ങൾ മേടിക്കണം. അതിനുവേണ്ടി ഞാൻ ടെഡി ലക്ഷ്യമാക്കി പോവുകയാണ്. ടെഡി ചെല്ലുന്നതിന് മുമ്പ് ഇത് കഴിച്ചു തീർക്കണം. സോ ഇന്നത്തെ പ്ലാനിങ്ങൾ അതാണ്. ഇന്ന് വൈകുന്നേരം വർക്കിന് കയറിയാൽ പിന്നെ പോകുന്നൊരു തലേദിവസം വരെയും എനിക്ക് വർക്കുണ്ട്. കുറച്ച് ചായ കഴിപ്പോയി, ബ്ലാക്ക് കോഫി അല്ല കോൾഡ് കോഫി സോറി. അപ്പം അതുകൊണ്ടെന്താ ഇപ്പോൾ സമയം കിട്ടുമ്പോൾ ഇരുന്ന് പാക്ക് ചെയ്താലേ റെഡി ആവുള്ളൂ. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് കുറച്ച് പാക്കിങ് ടേപ്പുകളൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് ടിഷ്യൂ വേണം. പിന്നെ എന്നാ മറ്റേ ഈ കവറില്ലേ, പാക്കിങ് കവർ, അത് കിട്ടുവാണെങ്കിൽ അതും മേടിക്കണം. ഇത്രേ ഉള്ളൂ. നമ്മളതൊന്ന് പിടർന്ന് കുടിച്ചു തീർക്കട്ടെ. 2-3 കടകളുടെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയാവും. സോ വേഗം കുടിക്കട്ടെ. ചെടിയൊന്നും ഉണർന്നു വരുന്നേ ഉള്ളൂ. നമ്മളതിന് മുമ്പേ സാധനം തൊപ്പി ഇറങ്ങിയേക്കാണ്. സോ പാക്കിംഗ് കവർ വേണം, അതുപോലെ ടേപ്പ് വേണം, ഈ ഷാമ്പു അങ്ങനെ സാധനങ്ങളൊക്കെ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. തപ്പട്ടെ. ഇത്ര ഐറ്റംസാണ് ഞാൻ ചെടിയിൽ നിന്ന് മേടിച്ചേക്കുന്നത് എപ്പോലെ. സോ ഇത് വെച്ചിട്ട് വേണം നമുക്ക് പാക്ക് ചെയ്യാൻ. നമുക്കിനി ചെയ്യേണ്ടത് വെയിറ്റ് നോക്കുന്ന സാധനം പോയി എടുക്കണം. ആക്ച്വലി എൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ നാട്ടിൽ പോകാൻ നേരത്ത് ഇങ്ങനെ പൈമാറി കൊടുത്തിട്ട് അതിങ്ങനെ റൊട്ടേഷൻ നടന്ന് തിരിച്ചു വന്നില്ല. ഞാൻ ഒരാൾക്ക് കൊടുത്തു, അവൻ വേറൊരാൾക്ക് കൊടുത്തു, അവൻ ആർക്ക് കൊടുത്തു എന്ന് ഇപ്പോൾ ആർക്കും ഒരു ഐഡിയ ഇല്ല. അവനും ഒരു ഐഡിയ ഇല്ല. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതുലിൻ്റെ നിന്ന് മേടിക്കാതിരിക്കുകയാണ്. അതുലിൻ്റെ ഒരു വെയിങ് മെഷീൻ ഉണ്ട്. സോ അവനിപ്പോൾ കടയിൽ വർക്കിന് കയറുന്നതിന് മുമ്പ് അതെനിക്ക് തന്നിട്ട് അവൻ വർക്കിന് കയറും. അപ്പോൾ അവൻ കടയിൽ എല്ലാം വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ എത്തുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് മേടിച്ചിട്ട് ഇങ്ങ് വരാം. എന്നിട്ട് പാക്കിങ് തുടങ്ങാം. ഞാൻ ഇങ്ങനെ ബസ് കയറാൻ നടന്നപ്പോഴാണ് കാണുന്നത് അവിടെ ഹെലികോപ്റ്റർ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ കാണിക്കാവേ. സോ ആ ബിൽഡിംഗ് എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലാണ്, മുട്ര ഹൗസ് എന്ന് പറയുന്നത്. അപ്പം അവിടെയാണ് അമ്മ വർക്ക് ചെയ്യുന്നത്. സോ അമ്മൂനെ ഹെലികോപ്റ്ററൊക്കെ തൊട്ടടുത്ത് കാണാമെന്നാണ് പറഞ്ഞത്. അതിന് തൊട്ടടുത്താ അവളുടെ സ്റ്റേഷനിൽ നിന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്. ഓക്കെ, അവളുടെ വർക്ക് ചെയ്തിട്ട് നമുക്ക് പോയി പാക്കിങ്ങിനുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെയിങ് മെഷീൻ സെറ്റ് ചെയ്ത് പണി തുടങ്ങാം. എനിക്കിപ്പോൾ ഉള്ള ബസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെയിങ് മെഷീൻ കിട്ടി. നമുക്കിനി നേരെ വീട്ടിലോട്ട് പോകാം. നേരത്തെ അവിടെ കണ്ട ഹെലികോപ്റ്റർ ഇപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് പൊങ്ങുന്നത്. ഞാൻ വെയിങ് മെഷീനൊക്കെ മേടിച്ച് തിരിച്ച് റൂമിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പം നേരെ വീട്ടിൽ പോയിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. നമ്മൾ വീട്ടിലെത്തി. നമ്മളിത് പെട്ടി സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ മുട്ടായോട് മേടിച്ചേക്കുന്നതാണ്. പിന്നെ ഇത് ഇത്രയും മൊത്തം അമ്മുവിൻ്റെ മാത്രമാണ്. ഞാൻ മേടിച്ചത് ഓൾറെഡി ചിന്നു നാട്ടിൽ അങ്ങോട്ട് കൊണ്ടുപോയി, ചിന്നുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് നടുക്കി വെച്ചതിന് ശേഷം നമുക്ക് വെയിറ്റ് നോക്കണം. എന്നിട്ട് വേണം ഇനി എന്തെങ്കിലും മേടിക്കണോ അല്ലെങ്കിൽ മേടിക്കണം എന്നുണ്ടെങ്കിൽ അത് കയറുമോ എന്നൊക്കെ നമ്മൾ നോക്കാനായിട്ട്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഒന്നും പറയണ്ട, പാക്കിങ് ഇവിടെ മുഴുവൻ അലങ്കോലമാക്കി. എനിക്ക് കുപ്പി പൊട്ടുമെന്നുള്ള പേടി കാരണം ഒരു പാക്കിങ് ഞാൻ ഇങ്ങനെ ചെയ്തു. അത് ചെയ്ത് മടുത്തപ്പോഴാണ് എൻ്റെ മനസ്സിൽ വേറെ ഐഡിയ തോന്നിയത്. ഇത് വന്ന് ബേസ്ബോർഡ് വെട്ടി തന്നെ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെക്കുക എന്നുള്ളത്. സോ കുപ്പി അങ്ങനെ രണ്ടും പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിലേതാ ബെറ്റർ എന്ന് എനിക്കൊരു ഡൗട്ട്. ചിലപ്പോൾ ഞാനിത് അഴിച്ച് ഇതുപോലെ പാക്ക് ചെയ്യുന്നതായിരിക്കും. ലെറ്റ്സ് സീ, സമയമുണ്ട്. എന്തായാലും കുപ്പി ഐറ്റംസ് എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്ക് ബാഡ്മിൻ്റൺ കളിയുണ്ട്. ഇന്നും കൂടെ കളിച്ചങ്ങ് നിർത്താമെന്ന് വിചാരിച്ച്. 2 to 3:30 അപ്പം അത് പോയിട്ട് വന്ന് റെഡിയായിട്ട് 5 മണി 5:45 വർക്കിന് പോകാം. ഇന്ന് വർക്ക് തുടങ്ങിയാൽ പോകുന്നതിന് തലേന്ന് വരെയും വർക്കുണ്ട്, ഫുൾ ഡേ. അപ്പം ഇന്നും കൂടെയൊക്കെ കളിക്കാൻ പറ്റുള്ളൂ. പോയിട്ട് വരാം. അതെന്തായാലും ഭാഗ്യമായി. കറക്റ്റ് 1.5 കിലോയെ കൂടുതലുള്ളൂ. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഇവനെ വെക്കാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് പെട്ടി തുറന്നേ പറ്റും. ഇത് വെക്കണം. മടുത്ത് ഞാൻ നാട്ടിൽ പോകാൻ ഇനി 8 ദിവസം കൂടെ. ഞാനത് ഇപ്പോൾ കടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കടയെന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനം കടയുടെ തന്നെ വേറൊരു കടയിൽ കൊണ്ട് കൊടുക്കാനായിട്ട് പോയിട്ട് തിരിച്ച് കടയിലോട്ട് പോവുകയാണ്. ഈ കട എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഇതുപോലെ സാധനങ്ങൾ അപ്പുറത്ത് ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ പോകേണ്ടി വരും. കടയിലത്തെ സൈക്കിളാണ് കടയിലേക്ക് ഇൻ്റർസീറ്റ് കടയിലൊക്കെ വെച്ചിട്ടിരിക്കാനുള്ളത്. സോ ആക്ച്വലി ഇപ്പം വർക്കിങ്ങിലാണ്. ഇനിയിപ്പോൾ 7 ദിവസം അങ്ങനെ നമ്മൾ ഇന്നലത്തെ ദിവസത്തെ കഥകളൊക്കെ പറഞ്ഞു. ഇന്നലെ നമ്മൾ കുറച്ചൊക്കെ പാക്ക് ചെയ്തു. വൈകുന്നേരം വർക്കിന് പോയി. ഇന്നിപ്പോൾ രാവിലെ വർക്കിന് പോകുന്നു. ഇന്നിപ്പോൾ സമയം ഇവിടെ 12 മണിയാകുന്നേ. ഇന്ന് വർക്കിന് ഇപ്പോൾ കയറി കഴിഞ്ഞാൽ രാത്രി 12 ആവും വീട്ടിൽ വരുമ്പോഴത്തേക്കും. സോ ഇന്ന് നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം ജിൽമീനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. ജിൽമിയുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഒന്ന് പുതിയ വീട്ടിലോട്ട് മാറ്റാനായിട്ട് ഒന്ന് കൂടാനായിട്ട് പോകുന്നുണ്ട്. സോ
അപ്പോൾ ഇനി 7 ദിവസം കൂടെ ഞാൻ വർക്ക് ചെയ്യുന്ന കിച്ചണിലെത്തി. ഇന്ന് ഈ കിച്ചൺ ഫുള്ള് എൻ്റെയാണ്. കാരണം സാധാരണ ഇവിടെ വർക്ക് ചെയ്യുമ്പം ഇവിടുത്തെ പുള്ളിക്കാരി അല്ലെങ്കിൽ മെയിൻ ഷെഫൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ എൻ്റെ അണ്ടറിൽ ട്രയലിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്. സോ അതാണ് 7 ദിവസം മുമ്പത്തെ കാഴ്ചകൾ. എന്തായാലും ഞാൻ വർക്ക് തുടങ്ങട്ടെ. വന്നപ്പോഴേ കാണുന്നത് പഞ്ചസാരയാണോ ഉപ്പാണോ രാവിലെ ഇവിടെ ആരും മറിച്ചിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ക്ലീൻ ചെയ്യണം, അരി ഇടണം, ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ, ബൈ ബൈ.แต่พี่เตยพี่หนิงไปทำอะไรมาเขียวล้มเหรอชนโต๊ะชนอะไรเอาหลังเอาไปแล้วนะคะเดี๋ยวหนูഞാനും പിന്നെയും കൂടെ ഞങ്ങളുടെ തന്നെ ഒരു കൊളീഗിൻ്റെ വെഡ്ഡിങ് ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഐഫോണിൽ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ചോദിപ്പിച്ച് അവർക്കൊരു വെഡ്ഡിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെഡ്ഡിങ് വീഡിയോ നമ്മളത് ഇപ്പം അപ്ലോഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. ഒരു വൺ ഡ്രൈവിൽ ഒരു ലിങ്ക് ഒരു പേജ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ID പാസ്വേഡ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ അതിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ചെയ്ത് തീർന്ന് കഴിയുമ്പം ഏകദേശം ഒരു 4-4:30 ആയി കഴിയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകും. എന്നിട്ട് 5 മണിയാകുമ്പോൾ ഞാൻ രാവിലെ വർക്ക് ചെയ്ത് റെസ്റ്റോറൻറ്റ് ചെന്നിട്ട് ബാക്കി പരിപാടികൾ തുടങ്ങും. ഇതാണ് ഇന്നത്തെ കാര്യങ്ങൾ. അങ്ങനെ രാത്രി വർക്കെല്ലാം കഴിഞ്ഞ് ജിൽമീനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഈ വണ്ടി ഓടിക്കുന്നതാണ് ഞങ്ങളുടെ കടയുടെ ബോസ്. ഫോങ് എന്നാണ് പേര്. അപ്പോൾ ഫോങ് വണ്ടിയൊക്കെ ആയിട്ട് വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വണ്ടിയിൽ സാധനങ്ങളെല്ലാം കയറ്റി ജിൽമീൻ്റെ പുതിയ റൂമിലേക്ക് സാധനങ്ങളെല്ലാം മാറ്റിയതിന് ശേഷമാണ് ഈ ഒരു ദിവസം അവസാനിച്ചത്.